ചെയ്ത കാര്യങ്ങൾ മുഴുവനും എഴുതി വെക്കുന്ന ആളാണ് ചിത്രഗുപ്തൻ. ഇന്ന് നമുക്കിത് ഈ ലോകത്തിലുള്ള ഈ 80 വയസ്സ് അല്ലെങ്കിൽ 100 വയസ്സ് വരെ ജീവിക്കുന്ന ഒരു വ്യക്തിയുടെ കാര്യം മുഴുവനും ഈ മനസ്സിൻ്റെ ഉള്ളിലുള്ള ചിത്രത്തിൽ എഴുതി വെക്കാൻ പറ്റുമെന്ന് പറഞ്ഞാൽ നീ വിഡ്ഢിയല്ലേ എന്ന് ചോദിക്കുന്ന ഒരു കാലഘട്ടമൊക്കെ ഉണ്ടായിട്ടുണ്ടാവും. പക്ഷെ ഇന്നില്ല. ഇന്ന് അങ്ങനെ ചിന്തിക്കുന്നവൻ വിഡ്ഢിയാണ്. കാരണം എന്താണെന്നറിയോ? നോക്കൂ, നമ്മളുടെ ഈ നഖത്തിൻ്റെ വലുപ്പം പോലും ഇല്ലാത്ത ഒരു സാധനത്തിൽ എന്താ പേര് പറയാ? ചിപ്പ്. ചിത്രത്തിൻ്റെ വേറൊരു ഫോമാണ് ചിപ്പ്, അല്ലേ? ഈ ചിപ്പില് എത്ര പാട്ടുകളും 5000 6000 പാട്ടുകളും 4 സിനിമ കൊള്ളും. നോക്കൂ, ഒരു പാട്ട് എഴുതണമെങ്കിൽ ഒരു 100 അക്ഷരങ്ങൾ വേണ്ടേ? നിങ്ങൾക്ക് നിങ്ങളുടെ പേന കൊണ്ട് അതിലൊരു 100 ഡോട്ട് ഇടാൻ പറ്റുമോ? സയൻസ് പറയണത് പറ്റുന്നതാണ്. സയൻസ് നമുക്ക് തെളിയിച്ചു തന്നത് എന്താണ്? ഈ ചെറിയൊരു സാധനത്തിൽ ലക്ഷക്കണക്കിന് അക്ഷരങ്ങളെ കൊള്ളിക്കാൻ പറ്റും. കാരണം എന്താ? കൃത്യമായിട്ട് അക്ഷരം രേഖപ്പെടുത്തുന്നുണ്ടുള്ള ഒരു തെളിവെന്താ അറിയോ? ചിലപ്പോൾ കുറേ കഴിയുമ്പോൾ ഒരു പാട്ടിന് 4 അക്ഷരം ഇല്ലാണ്ടാവും. ഈ 4 അക്ഷരം കൃത്യം എങ്ങനെയാണ് പോയത് ചോദിച്ചു കഴിഞ്ഞാൽ അത്രയും മൈന്യൂട്ടായിട്ട് രേഖപ്പെടുത്താൻ പറ്റും. അത് സയൻസിന് അതിനേക്കാൾ എത്രയോ ഇരട്ടി മൈന്യൂട്ടായിട്ട് രേഖപ്പെടുത്തുന്നവനെയാണ് ചിത്രഗുപ്തൻ നമ്മൾ വിളിക്കുന്നത്. ഈ ചിത്രഗുപ്തൻ ഇതൊക്കെ രേഖപ്പെടുത്തും. മാത്രമല്ല, ഈ രേഖപ്പെടുത്തുന്നതിന് പറയുന്ന പേരെന്താണെന്നറിയോ? വാസന എന്നാണ് പറയുക. വാസനാവശകോ ജീവ ആമുക്തേ സംസരത്യസൗ. ഈ വാസനയുടെ സ്വഭാവം എന്താ അറിയോ? അത് ഓർമ്മയായിട്ട് പൊന്തി വരും. അത് വീണ്ടും തത്കർമ്മം ചെയ്യാൻ പ്രേരിപ്പിക്കും. ഓർക്കുക, കള്ളു കുടിച്ചപ്പോൾ എന്താ ദോഷം? വളരെ ജീവിതം കള്ളു കുടിച്ചപ്പോൾ എന്താ ദോഷം? ഒന്ന് കള്ളു കുടിച്ചു കഴിഞ്ഞാൽ മത്തിറങ്ങി, പിന്നെ എന്താ കുഴപ്പം? വേറെ വിഷയം അല്ല. കള്ളു കുടിച്ചിട്ട് മത്തിറങ്ങിയാൽ അതിൻ്റെ ദോഷം തീർന്നിട്ടില്ല. എന്താ കാരണം എന്നറിയോ? കള്ളു കുടിക്കുമ്പോൾ, ഞാനിപ്പം ബ്രാഹ്മണനായിട്ട് ജനിച്ചു, എന്തൊക്കെയോ ടെൻഷൻ ഉണ്ടായപ്പോൾ എൻ്റെ കൂട്ടുകാരെല്ലാം കൂടെ പറഞ്ഞു, എന്നെ കൂടെ പറഞ്ഞു കള്ളു കുടിക്കാൻ പറഞ്ഞു. ഞാൻ കള്ളു കുടിച്ചു എന്ന് വിചാരിക്കുക. കള്ളു കുടിച്ച് കഴിഞ്ഞപ്പോൾ തിരുമേനി അങ്ങനെ കള്ളു കുടിക്കാൻ പാടുണ്ടോ, അങ്ങനെയാണ് ഇങ്ങനെയാണ് എന്നൊക്കെ പറഞ്ഞു. അവസാനം ഈ മത്തിറങ്ങിയപ്പോൾ ശരിയാട്ടോ, ഞാൻ കള്ളു കുടിക്കാൻ പാടില്ലായിരുന്നു എന്നൊക്കെ ഞാൻ പറഞ്ഞു. പിന്നെ ഞാൻ കള്ളു കുടിച്ചിട്ടുമില്ല വിചാരിക്കുക. ആദ്യത്തെ തവണ കള്ളു കുടിക്കുന്നത് ഒരുപക്ഷെ എൻ്റെ കൂട്ടുകാർ പറഞ്ഞുകൊണ്ടോ അല്ലെങ്കിൽ മറ്റുള്ളവരുടെ നിർബന്ധം കൊണ്ടോ ആയിരിക്കും. പിന്നീട് എത്രയോ വർഷങ്ങൾക്ക് ശേഷം വീണ്ടും ഇതുപോലൊരു ടെൻഷൻ വരുന്ന സമയത്ത് ഒരു കൂട്ടുകാരും എൻ്റെ അടുക്കിയില്ല, ഒന്നുമില്ല, ഒരു കള്ളുകൂടി അതിലേ കൂടെ പോന്ന ഞാൻ കണ്ടു. ഞാൻ അന്നേരം എൻ്റെ ഉള്ളിൽ എന്താണെന്നറിയോ? വർഷങ്ങൾക്ക് മുമ്പ് കള്ളു കുടിച്ചപ്പോഴുണ്ടായ വാസനയുണ്ട്. ഈ വാസന എന്താ എന്നോട് പറയുന്നതറിയോ? കള്ളു കുടിച്ചോ, ടെൻഷൻ മാറും. ഞാൻ പോയിട്ട് കള്ളു കിട്ടുമോ നോക്കൂല്ലേ? അപ്പം രണ്ടാമത് കള്ളു കുടിക്കാനുള്ള കാരണം എന്തായി? ആരെങ്കിലും നിർബന്ധിച്ചോ? ഒരാളും നിർബന്ധിച്ചിട്ടില്ല. എത്രയോ വർഷങ്ങൾക്ക് മുമ്പ് കള്ളു കുടിച്ചപ്പോഴുണ്ടായ വാസന വീണ്ടും എന്നെ ആ കർമ്മം ചെയ്യാൻ പ്രേരിപ്പിച്ചു. ഇതാണ് വാസനയുടെ കുഴപ്പം. ഈ വാസന നശിക്കുമോ? നശിക്കൂല. ഒന്ന് ആലോചിച്ച് നോക്കണേ. ഇത് കുറേ കഴിഞ്ഞാൽ എന്നത് ഇല്ലാണ്ടാവുന്നുണ്ടെങ്കിൽ വിഷയമല്ല. വാസന പറയണത് എന്താണെന്നറിയോ? ബ്രഹ്മവൈവർത്തകം എന്ന് പറയുന്ന പുരാണം പറയുന്നത് കൃതം കർമ്മ ശുഭം വാ അശുഭം വാ, നിങ്ങൾ ചെയ്യുന്നത് നല്ലതായിക്കോട്ടെ ചീത്തയായിക്കോട്ടെ, നാഭുക്തം ക്ഷീയത്തെ കൽപ്പകോടി ശതൈരപി, ചെയ്തു പോയ കർമ്മത്തിൻ്റെ ഫലം കോടിക്കണക്കിന് കൽപ്പാന്തം കഴിഞ്ഞാലും നിങ്ങൾ അനുഭവിക്കണം. അതിന് തെളിവെന്താ? ഇപ്പോൾ നമ്മൾ ചിന്തിക്കുകയെ അങ്ങനെയൊക്കെ വരുമോ, അങ്ങനെയൊക്കെ ഒത്തിരിയും വർഷമൊക്കെ നിൽക്കുമെന്നാണെങ്കിൽ ഒരു ലൗകിക ഉദാഹരണം പറയട്ടെ. നമ്മളുടെ വീട്, ഇപ്പം ഞാൻ പറഞ്ഞല്ലോ എൻ്റെ വീട് ഒരു 200-250 വർഷത്തെ പഴക്കമുണ്ട്. ഇങ്ങനെ എത്രയോ വർഷം പഴക്കമുള്ള കെട്ടിടങ്ങളുണ്ട്. ഈ കെട്ടിടത്തിൻ്റെ ഉള്ളിൽ നല്ല സിമെൻ്റ് ഇട്ട് നിലമൊക്കെ നല്ല എപ്പോഴും സംരക്ഷിച്ചിട്ടുണ്ട്. അല്ലെങ്കിൽ പഴയതാണെങ്കിൽ ചാണകം തേച്ചോ എന്തോ ആയിക്കോട്ടെ. അവിടെ വെള്ളം വീഴുന്നില്ല, എല്ലാ ദിവസവും അത് വൃത്തിയാക്കി സംരക്ഷിക്കുന്നുണ്ടെങ്കിൽ അവിടെ പുല്ല് മുളയ്ക്കുമോ? മുളയ്ക്കില്ല. ഉറപ്പല്ലേ? ഒരു 500 വർഷം അങ്ങനെ സംരക്ഷിച്ചു എന്ന് വിചാരിക്കുക. ഇപ്പം താജ്മഹൽ ഒന്ന് കൂട്ടിക്കോ, അവിടെ സംരക്ഷിക്കാൻ ആളുണ്ട്. ഒരു 5000 വർഷം വരെ അതിങ്ങനെ സംരക്ഷിച്ച് വന്നാലും അതിൻ്റെ ഉള്ളിൽ പുല്ല് മുളയ്ക്കുമോ? പുല്ല് മുളയ്ക്കില്ല. അത് കഴിഞ്ഞിട്ട് എപ്പോഴെങ്കിലും അതിൻ്റെ മേൽക്കൂര പൊട്ടിപ്പോയി എന്ന് വിചാരിക്കുക. ഒരു 6 മാസം അതിൻ്റെ ഉള്ളിൽ വെള്ളം വീണു വിചാരിക്കുക, പുല്ല് മുളയ്ക്കില്ലേ?
മുളയ്ക്കും. ആരാ വേര് കൊണ്ടിട്ടത്? നോക്കൂ, എത്രയോ വർഷം പഴക്കമുള്ള ഒരു വേരിന് ഈ മണ്ണിനടിയിൽ നശിക്കാതെ കണ്ട് നിൽക്കാമെങ്കിൽ എന്തുകൊണ്ടൊരു കർമ്മത്തിൽ നിന്നുകൂടാ, വാസനയ്ക്ക് നിന്നുകൂടാ? അർത്ഥാഗൃഹേ നിവർത്തന്തേ ശ്മശാനേ പുത്രബാന്ധവാഃ സുകൃതം ദുഷ്കൃതം ചൈവ ഗച്ഛന്തം അനുഗച്ഛതി. ഋഷികൾ എന്താ പറയണമെന്നറിയോ? സമ്പാദിച്ച ധനം മുഴുവനും ഇവിടെ ഇട്ട് പോകണം. മഹാനായ അലക്സാണ്ടർ ഉണ്ടല്ലോ, അദ്ദേഹത്തിൻ്റെ ശവം കൊണ്ടുപോകുന്ന സമയത്ത് ഈ ശവപ്പെട്ടിന്ന് 2 കൈയും പുറത്തേക്ക് ഇടണമെന്ന് പറഞ്ഞു. എന്തിനാ ഇടണമെന്ന് പറഞ്ഞതെന്നറിയോ? ഇന്ത്യയിൽ നിന്നുള്ള ചില സന്യാസിമാരുമായിട്ടുള്ള സമ്പർക്കം കൊണ്ട് അലക്സാണ്ടർക്ക് മനസ്സിലായി ഈ ലോകത്തിൽ ഒന്നും ശാശ്വതമല്ല. എന്നിട്ട് ആ ശാശ്വതമല്ല എന്ന സത്യം കാണിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട് അലക്സാണ്ടർ പറഞ്ഞതാ, ലോകം മുഴുവനും വെട്ടി കീഴടക്കിയ എൻ്റെ കയ്യ് ഒന്നുമില്ലാണ്ടാ പോണത്, അത് നിങ്ങൾ കണ്ടോളൂ എന്ന് കാണിച്ചു കൊടുക്കാൻ വേണ്ടി, ഒരു തത്വം കാണിച്ചു കൊടുക്കാൻ വേണ്ടി പുറത്തേക്ക് കിട്ടുമെന്നാണ് പറയുന്നത്. പക്ഷേ ഋഷികൾ പറയണത് നീ പറഞ്ഞത് ശരിയല്ല. എന്താ കാരണം? ലൗകികമായിട്ടൊന്നും കിട്ടൂല, അത് സത്യം തന്നെ. അർത്ഥാഗൃഹേ നിവർത്തന്തേ ശ്മശാനേ പുത്രബാന്ധവ. സമ്പാദിച്ച് ഉടുതുണി പോലും കൊണ്ടുപോകാൻ പറ്റില്ല, അത് സത്യം. ബന്ധുക്കൾക്കോ ശ്മശാനം വരെ വരാം, അതിലപ്പുറത്തേക്ക് ഒരു ബന്ധുവിനും നമ്മളെ കൂടെ വരാൻ പറ്റില്ല. പിന്നെ ആര് വരും കൂടെ? സുകൃതം ദുഷ്കൃതം ചൈവ. ഈ വാസന, നല്ലതും ചീത്തയായിട്ടുള്ള ചെയ്ത വാസനയുണ്ട്, അതിന് തന്നെയാണ് പുണ്യെന്നോ പാവന്നോ നന്മാന്നോ തിന്മാന്നോ സദ്വാസനാന്നോ ദുർവാസനാന്നോ പോസിറ്റീവ് എനർജിന്നോ നെഗറ്റീവ് എനർജിന്നോ ഏത് മതം ഏത് ഭാഷയിൽ എന്ത് പേരിട്ട് വിളിച്ചാലും ഈ സാധനം സകല ജീവജാലങ്ങൾക്കും ഉണ്ട്. ഈ സാധനം നമ്മളുടെ കൂടെ വന്നേ തീരൂ. അത് ജന്മജന്മാന്തരങ്ങളിലേക്ക് വരും. അതുകൊണ്ട് ജ്യോതിഷം എന്താ പറയുകയെന്നറിയോ? ജന്മാന്തരകൃതം പാപം വ്യാധിരൂപേണ ജായത്തെ. ഇതൊരു പ്രോസസ്സ് വെറുതെ പറഞ്ഞിട്ട് നിങ്ങളെ ബ്രെയിൻ വാഷ് ചെയ്യാണോ? അല്ല. കാരണം എന്താ? വാസനയുടെ സ്വഭാവം എന്താ നമ്മൾ നേരത്തെ പറഞ്ഞു. നോക്കൂ, ഇവിടെ നിന്ന് ഞാൻ പറയണത് മുഴുവനും നിങ്ങളുടെ ഉള്ളിൽ എത്തിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് നാളെ പറയാൻ പറ്റും, അല്ലേ? കേട്ടിട്ടുള്ളവർക്ക് മുഴുവനും ഇത് നാളെ നിങ്ങൾക്ക് പറയാൻ പറ്റുന്നത് എന്തുകൊണ്ടാണ്? ഉള്ളിൽ ചിത്തത്തിൽ നിങ്ങൾ സ്റ്റോർ ചെയ്തിട്ടുള്ള എനർജി, സ്റ്റോർ ചെയ്തത് മാത്രമേ വരുള്ളൂ കേട്ടോ. എന്താ കാരണം എന്നറിയോ? ഇന്ന് രാവിലെ എന്ത് ഭക്ഷണം കഴിച്ചു എന്നുള്ളത് നിങ്ങൾക്ക് പറയാൻ പറ്റും. നിങ്ങൾ കഴിച്ചിട്ടുള്ള ഭക്ഷണത്തിൻ്റെ ക്വാളിറ്റിയും ക്വാണ്ടിറ്റിയും ഒക്കെ നിങ്ങൾക്ക് പറയാൻ പറ്റും. ഞാൻ കഴിച്ചത് എന്താ പറയാൻ പറ്റുമോ? അങ്ങനെ ഒരു ഇൻഫർമേഷൻ നിങ്ങളുടെ ഉള്ളിൽ പോയിട്ടില്ല, അതുകൊണ്ട് നിങ്ങൾക്ക് പറയാൻ പറ്റില്ല. നമ്മളുടെ ഉള്ളിലേക്ക് വന്നിട്ടുള്ള ഇൻഫർമേഷൻ, വിഷയം മുഴുവനും വാസനയുടെ രൂപത്തിൽ അടിഞ്ഞുകൂടും. അത് ഓർമ്മയായിട്ട് പൊന്തി വരും. വാസനയുടെ സ്വഭാവമാണ്. രണ്ടാമത്തേത് നേരത്തെ പറഞ്ഞു, അതുപോലുള്ള കർമ്മം ചെയ്യാൻ അത് പ്രേരിപ്പിക്കും. ഇതുപോലെയാണെങ്കിൽ ഏതോ ഒരു നിങ്ങൾക്ക് ചെറുപ്പത്തിൽ കേട്ട് പഠിച്ചൊരു പാട്ട് ഒരു തവണ കേട്ടാൽ ചിലപ്പോൾ നിങ്ങൾക്ക് ഓർമ്മയുണ്ടാവില്ല. 2 or 3 തവണ കേൾക്കുമ്പോഴേക്കോ അത് ഓർമ്മയുണ്ടാവും, അല്ലേ? ചെറുപ്പത്തിൽ നമ്മൾ പഠിച്ചതാണെന്ന് ഓർമ്മയുണ്ടാവും, ഇല്ലേ? ഇതുപോലെ വാസന നമ്മളുടെ ഉള്ളിൽ ജന്മാന്തരത്തിലേക്ക് വരുന്നുണ്ട് എന്നുള്ളതിന് തെളിവ് എന്താ അറിയോ? നിങ്ങളെല്ലാവരും നിങ്ങളെ തന്നെ ഓർക്കുക, അല്ലെങ്കിൽ നിങ്ങളുടെ ഒപ്പം പഠിച്ചിട്ടുള്ള നല്ല ബുദ്ധിസ്റ്റുകളുണ്ടാവും. എല്ലാ വിഷയവും പഠിച്ച് വലിയ ജീവിയാണെന്ന് പറയുന്നവരുണ്ടാവും. ഈ ബുദ്ധിജീവികളാണെന്ന് പറയുന്നവർക്ക് മുഴുവനും എല്ലാ ലാംഗ്വേജും ഒരുപോലെയാണോ? എല്ലാ സബ്ജക്റ്റും ഒരുപോലെയാണോ? അതായത് ഈ ജന്മം മാത്രമേ ഉള്ളൂ, ഇത് കഴിഞ്ഞാൽ വേറൊരു ജന്മമില്ല. ഈ ജന്മത്തിലേക്ക് ഞാൻ നേടിയെടുക്കുന്ന അറിവ് മുഴുവനും എൻ്റെ ബുദ്ധി ഉപയോഗിച്ചിട്ടാണ് എങ്കിൽ എങ്ങനെയാണ് സബ്ജക്റ്റും ലാംഗ്വേജും ഒക്കെ എനിക്ക് രണ്ടായിട്ട് വരാൻ കാരണം? പഠിപ്പിക്കുന്നതിൻ്റെ വ്യത്യാസമാണെങ്കിൽ ഈ പഠിപ്പിക്കുന്ന അധ്യാപകർ എല്ലാവരും എല്ലാ വിഷയവും ഒരുപോലെ പഠിപ്പിച്ചാലും ഇവർക്ക് പഠിക്കാൻ പറ്റുന്നില്ലല്ലോ. ചില ലാംഗ്വേജ് എല്ലാ ബുദ്ധിസ്റ്റുകൾക്കും ഒരേ ലാംഗ്വേജാണ് വിഷമം എന്നുണ്ടെങ്കിൽ ചിലപ്പോൾ ആ ലാംഗ്വേജിൻ്റെ കുഴപ്പമായിരിക്കും. അങ്ങനെയല്ല, ചില ബുദ്ധിസ്റ്റുകൾക്ക് ഇംഗ്ലീഷാണ് വിഷമെങ്കിൽ ചിലർക്ക് ഹിന്ദി ആയിരിക്കും, ചിലർക്ക് തമിഴായിരിക്കും. ബാക്കിയുള്ളവർക്ക് എല്ലാം എളുപ്പമുള്ളത് ഇയാൾക്ക് ചിലപ്പോൾ വിഷമമായിരിക്കും. സബ്ജക്റ്റ് അല്ലേ? നോക്കൂ, ഓരോ വിഷയവുമായിട്ട് എല്ലാവർക്കും എവിടെയോ പൂർവ്വബന്ധമുണ്ട്. ഈ പൂർവ്വബന്ധം ഉള്ളത് കൊണ്ട് നമുക്ക് ആ വിഷയം കേൾക്കുമ്പോൾ എളുപ്പമാണ്, അല്ലാത്ത വിഷയങ്ങൾ വിഷമാണ്. ആ പൂർവ്വബന്ധം എന്ന് പറയുന്നതിനാണ് വാസന എന്ന് പറയുന്നത്. അതിനാണ് കർമ്മം, ആഗാമി, സഞ്ചിതം, പ്രാരബ്ധം എന്നൊക്കെ പറയുന്നത്.
ഈ വാസനയ്ക്കാണ്. ഇത് നിങ്ങൾക്ക് ഈ ശ്ലോകം അറിയില്ലെങ്കിലും നമ്മുടെ മലയാളികളൊക്കെ തന്നെ നേരത്തെ ഞാൻ എന്ന് പറയുമ്പോൾ കൈ ഇവിടെ കാണിക്കുന്നത് പോലെ നമ്മളൊക്കെ നമുക്കൊക്കെ അറിയുന്ന കാര്യമാണ്. നമ്മൾ പറയാറുണ്ട്, എന്താണ് പറയാറ്? കൊന്നാ പാപം തിന്നാ തീരും അല്ലേ? നമുക്ക് ഒരു കർമ്മം ചെയ്താൽ അത് അനുഭവിച്ചാൽ തീരും. അനുഭവിക്കാത്തിടത്തോളം കാലം അത് നമ്മളുടെ ഉള്ളിലുണ്ടാവും, എന്നെങ്കിലും നമ്മളത് അനുഭവിക്കേണ്ടി വരും. അതുകൊണ്ടാണ് ആചാര്യസ്വാമികൾ പറഞ്ഞത്, പ്രാരബ്ധായ സമർപ്പിതം സ്വവപൂ. എന്തോ വന്നോട്ടെ. കാരണം എന്താ? ഞാൻ തന്നെ ഉണ്ടാക്കി മേടിച്ചു വെച്ച അതാണ്, ഡെപ്പോസിറ്റാണ്. അപ്പോൾ ഈ ഡെപ്പോസിറ്റ് ഞാൻ അനുഭവിക്കാണ്ട് പറ്റുമോ? അതുകൊണ്ട് അത് പ്രാരബ്ധത്തിന് അങ്ങ് വിടുക. പ്രാരബ്ധം എന്ന് പറഞ്ഞാൽ ഈ വാസനയ്ക്ക് അങ്ങ് വിട്ടുകൊടുക്കുക. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യുക? നമ്മളുടെ മനസ്സ് എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ, മറ്റുള്ളവർക്ക് ദോഷമാണോ ഗുണമാണോ എന്നല്ല നിങ്ങൾ ചിന്തിക്കേണ്ടത്. നിങ്ങളുടെ മനസ്സിനെ നിങ്ങൾ ഒരു കാരണവശാലും ടെൻഷൻ അടുപ്പിക്കില്ല. ഇത്തിരി ചിന്തിച്ചാൽ മതി. വരുന്നത് വരണ്ടാന്ന് വെപ്പിക്കാൻ നമ്മളെ കൊണ്ടാവുമോ? ഒന്നും ആവില്ല. ആരറിവൂതിയതിതന്ത്രാസു താനേ പൊങ്ങുന്നതും താണുപോപതും അല്ലേ? ആശാരിയുടെ വരികൾ തോന്നുന്നു. നോക്കൂ, യദ്യതാഗതം തത്ര കാലാന്തരേ തത്തത് ഭുജിച്ചതി സ്വസ്ഥനായി വാഴണം. മനസ്സ് വളരെ സ്വസ്ഥമായിട്ട് വയ്ക്കുക. യദ്യതാഗതം, നമ്മളുടെ അടുത്തേക്ക് നമ്മളുടെ ജീവിതത്തിൽ ഇന്നത് അനുഭവിച്ചേ തീരൂ എന്നുണ്ടെങ്കിൽ നമ്മളത് അനുഭവിക്കണം. അത് നല്ലതാവട്ടെ ചീത്തയാവട്ടെ. ഞാൻ വിചാരിച്ചാൽ വേണ്ട വെക്കാൻ പറ്റില്ലെങ്കിൽ പിന്നെ എന്താ, രണ്ടുപേരും കൂടി ചിരിച്ചോണ്ട് മേടിച്ചാൽ പോരെ? എന്തിനാ കരഞ്ഞുകൊണ്ട് മേടിക്കുന്നത്? ആ ചിരിക്കുവാനുള്ള ശക്തി, സഹനശക്തി നമ്മൾ ഉണ്ടാക്കേണ്ടതാണ്. അത് വേറൊരാൾക്ക് ഉണ്ടാക്കി തരാൻ പറ്റില്ല. അതിനാണ് ഭഗവാൻ പറയുന്നത്, എന്താ അറിയോ? 2-ാം അധ്യായത്തിൽ സാഖ്യയോഗം തുടങ്ങുമ്പോൾ പറയാൻ എന്താ അറിയോ? മാത്രാസ്പർശാസ്തു കൗന്ദേയ ശീതോഷ്ണ സുഖ ദുഃഖദാഹ ആഗമാപായിനോ അനിത്യാഹ താം തിദിക്ഷസ്വ ഭാരത. തിദിക്ഷ ചെയ്യണം എന്നാ. തിദിക്ഷ ചെയ്യാനെന്ന് പറഞ്ഞാൽ സഹിക്കണം. എങ്ങനെ സഹിക്കണം? സഹനം സർവദുഃഖാനാം അപ്രതീകാരപൂർവകം ചിന്താവിലാപരഹിതം സാ തിദിക്ഷാ സോത്തമാ. നമുക്കൊരു ദുഃഖം വരുമ്പം കടിച്ചമർത്തുമല്ല വേണ്ടത്. കടിച്ചമർത്തണം. അതിനെക്കുറിച്ച് നിങ്ങൾ പിന്നീട് ചിന്തിക്കരുത്. അതിൻ്റെ പേരിൽ വേറൊരാളെ നിങ്ങൾ കുറ്റപ്പെടുത്തരുത്. അതോർത്തിട്ട് മൂലയ്ക്കിരുന്ന് കരയാനും പാടില്ല. അങ്ങനെ സകല ദുഃഖങ്ങളെയും നിങ്ങൾക്ക് അതിജീവിക്കാൻ സാധിക്കുമെങ്കിൽ നിങ്ങൾ രക്ഷപ്പെടും. അങ്ങനെ ഏത് കർമ്മം ആയാതമായാതമപേക്ഷണീയം ഗതം ഗതം സർവമുപേക്ഷണീയം. ഭർത്തൃഹരിയുടെ വാക്കാണ് എന്ത്? ആയാതമായാതമപേക്ഷണീയം. വരുന്നത് എന്തും സ്വീകരിക്കുക. ഗതം ഗതം സർവമുപേക്ഷണീയം. കഴിഞ്ഞത് കഴിഞ്ഞു. പിന്നെ അതിനെക്കുറിച്ച് ഇങ്ങനെ ഓർത്തിട്ട് കാര്യമൊന്നുമില്ല. അലംഘനീയ കമലാസനാജ്ഞ. ഈ കമലാസനാജ്ഞ എന്ന് പറഞ്ഞാൽ ബ്രഹ്മാവിൻ്റെ വിധി എന്നാണ്, അല്ലെങ്കിൽ തീരുമാനം എന്നാണ് ആ വാക്കിനർത്ഥം. പക്ഷേ ഇവിടെ നമ്മളുടെ വിധി എന്ന് പറഞ്ഞാൽ നമ്മളുടെ പ്രാരബ്ധം, നമ്മളുടെ ജന്മജന്മാന്തരത്തിലെ ഈ കർമ്മഫലം, ആഗാമി സഞ്ചിതം എന്നൊക്കെ പറയുന്ന ഈ കർമ്മഫലം അപേക്ഷണീയം. അലം വൃഥാ ഖേദനമോദനാഭ്യാം. അധികം സന്തോഷിച്ചിട്ടും കാര്യമില്ല, ദുഃഖിച്ചിട്ടും കാര്യമില്ല. ഇന്ന് ആര് എന്തെല്ലാം പഴി കേൾക്കുന്നുണ്ടോ അതിനെല്ലാം ഇവർ തന്നെ എവിടെയോ ഡെപ്പോസിറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതല്ലാതെ കണ്ടവൻ്റെ മേലെ പഴി ചാരിയിട്ടൊന്നും കാര്യമില്ല. ഞാനും അതിൽ പെടണമെങ്കിൽ എവിടെയോ ഒരു പൂർവ്വ ബന്ധം എന്നെയും അവിടെ എത്തിക്കും. അതുകൊണ്ട് നമുക്കുള്ള ഗുണമായിക്കോട്ടെ ദോഷമായിക്കോട്ടെ അതിന് നമ്മൾ തന്നെയാണ് ഉത്തരവാദി എന്ന പൂർണ്ണ ബോധത്തോടു കൂടെ നമ്മൾ എന്ത് ചെയ്യുക? യഥാഗതം തത്ര കാലാന്തരെ തത്തത് ഭുജിച്ച് അനുഭവിച്ച് സ്വസ്ഥനായി വാഴണം. അടുത്ത വരിയാണ് ഏറ്റവും ശ്രേഷ്ഠം. എന്താണ്? ഭോഗത്തിനായി കൊണ്ടു കാമിക്കയും വേണ്ട, ഭോഗം വിധീകൃതം വർജിക്കയും വേണ്ട. നിങ്ങൾ ഒരാഗ്രഹം വെച്ചിട്ട് ഇങ്ങനെ പ്രവർത്തിക്കൊന്നും വേണ്ട. ഓ, ഇതൊന്നും ഞാൻ എടുക്കൂലേ, ഇങ്ങനെയൊന്നും എന്നെ ആക്കണ്ടേ, ഞാനിതൊന്നും ആളല്ലേ, അങ്ങനെയും പറയണ്ട. എന്താ നിങ്ങളെ രാജാവായിട്ട് വാഴിക്കാനാണോ ഈ കാലവൃക്ഷം തീരുമാനിച്ച് നിന്ന് കൊടുത്തോളൂ, രാജാവായിക്കോട്ടെ. അല്ല യാചകനായിട്ട് ജീവിക്കാനാണോ, ആയിക്കോട്ടെ, അതും ഞാൻ ചെയ്യാലോ.
ഭഗവാനെ അവിടുന്ന് എന്താണോ പറയണത് അത് ഞാൻ ചെയ്യാൻ തയ്യാറാണ്. അങ്ങനെ വരുമ്പോൾ എന്താണെന്നറിയോ, ഈ കുചേലന് കൊണ്ടുപോയിട്ട്, ഞാൻ ഭാഗവതം പറഞ്ഞിട്ടില്ല എന്ന് വേണ്ട, കുചേലന് കൊണ്ടുപോയിട്ട് ഭഗവാൻ ഈ ധനം മുഴുവനും കൊടുത്തു. ദാരിദ്ര്യത്തിൻ്റെ പടുകുഴിയിലുള്ള കുചേലൻ ആവശ്യപ്പെട്ടിട്ടല്ല, ഭാര്യയുടെ ഒരു സൈലന്റ് മെസ്സേജ് അല്ലേ, ഇന്നലല്ലേ കുചേലദിനം, ആ ഒരു സൈലന്റ് മെസ്സേജാണ് എന്ത്, ദാരിദ്ര്യം ഇങ്ങനെ പറയാതെ പറയുകയാണ്. ആ കിഴി കണ്ടപ്പോൾ, അവില് കണ്ടപ്പോൾ ആ ദാരിദ്ര്യത്തിൻ്റെ മുഴുവൻ ചിത്രം ഭഗവാൻ മനസ്സിലായപ്പോൾ ഭഗവാൻ എന്ത് ചെയ്തു എന്നറിയോ, ധനം കോരി അങ്ങ് കൊടുത്തു കഴിഞ്ഞപ്പം ഈ ഭാര്യയും മക്കളൊക്കെ ഉപയോഗിച്ചു എന്നുള്ളത് ശരി തന്നെയാണ്. കുചേലൻ എന്ത് ചെയ്തു എന്നറിയോ, കുചേലൻ ആ കൊട്ടാരത്തിന് പുറത്തിറങ്ങിയിട്ട് ഒരു പൊട്ടിപ്പൊളിഞ്ഞ് അമ്പലത്തിൽ പോയിരുന്നു. എന്നിട്ട് എന്തിനാ വ്യാസം പറഞ്ഞത് എന്താണെന്നറിയോ, അവിടെ അങ്ങനെ ചെന്ന് ഇരുന്നു എന്ന് പറഞ്ഞിട്ട് വ്യാസം പറയാണ്, അചിതം പരാചിതം, കൃഷ്ണൻ തോറ്റുപോയി. അതാണ് തീരുമാനം. നോക്കൂ, ഈശ്വരൻ എന്ന് ലോകത്തിൽ അങ്ങനെ ജീവിക്കുന്നവർക്കുള്ള മഹത്വം എന്താണെന്നറിയോ, ഏറ്റവും വലിയ മഹത്വം ദേവേന്ദ്രന്മാരെ പോലും, അല്ല ഈ ദേവന്മാരെ പോലും, ഋഷികളെപ്പോലും, ഋഷികളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വ്യാസൻ, വസിഷ്ഠൻ, അവരൊക്കെ ഗൃഹസ്ഥാശ്രമം സ്വീകരിച്ച് ജീവിക്കുന്ന ഋഷികളാണ്. അവരെപ്പോലും അവർക്കും അപ്പുറത്താണ് ഇങ്ങനെയുള്ള ഈ സന്യാസിമാരുടെ ജീവിതം എന്നാണ്. എന്താ കാരണം എന്ന് പറയുക, ഭഗീരഥൻ എന്ന് പറയുന്ന രാജാവ്, നമ്മൾ പറയല്ലേ നല്ല പ്രയത്നം ഉണ്ടെങ്കിൽ നമ്മളെന്ത് പറയും, ഭഗീരഥ പ്രയത്നം എന്ന് പറയില്ലേ. ഈ ഭഗീരഥ പ്രയത്നം എന്ന് പറയാൻ കാരണം എന്താ അറിയോ, ഭഗീരഥൻ തൻ്റെ പൂർവികന്മാർക്ക് വേണ്ടിയിട്ട് സമുദ്രത്തിനൊരു പേരുണ്ട് സാഗരം എന്ന്. ഈ സാഗരം എന്നുള്ള പേര് വരാൻ കാരണം എന്താ അറിയോ, സഗരന്മാരാണ് ഇതുണ്ടാക്കിയത്. സഗരവംശത്തിലുള്ള ഏകദേശം 6000-ലധികം രാജകുമാരന്മാരാണ് ഈ സാഗരം ഉണ്ടാക്കിയിട്ടുള്ളത്. എന്തിനാണ് ഉണ്ടാക്കിയത് ചോദിച്ചു കഴിഞ്ഞാൽ, അവരുടെ പൂർവികന്മാർക്ക് മോക്ഷം കിട്ടാൻ വേണ്ടിയിട്ട്. പക്ഷെ ഇതിന് വെള്ളമില്ല. ഈ ഇങ്ങനെ ചാലൊക്കെ ഉണ്ട്, കുഴിയും സമുദ്രമൊക്കെ ഉണ്ട്, വെള്ളമില്ല. അപ്പം അവരുടെ മക്കളായിട്ട് വരുന്നതാണ് ഈ ഭഗീരഥൻ എന്ത് ചെയ്തു, ആകാശഗംഗയെ തപസ് ചെയ്തു, ഭൂമിയിലേക്ക് വരണം, ഈ സമുദ്രത്തിലേക്ക് വരണം. ഗംഗ പറഞ്ഞു ഞാൻ വരൂല. ഒരുപാട് കാലം തപസ് ചെയ്തിട്ടാണ് വരൂല എന്ന് പറഞ്ഞത്. അപ്പം എന്തേ വരാത്തത് ചോദിച്ചു, മഹാഭാവികൾ വന്ന് കുളിക്കും, മഹാഭാവികളെല്ലാം വന്നിട്ട് കുളിക്കും, അതുകൊണ്ട് ഞാൻ ഈ ഭാഗത്തേക്കേ വരുന്നില്ല എന്ന് പറഞ്ഞു. അപ്പം ഭഗീരഥൻ പറഞ്ഞു ശരി, വേണ്ട, അമ്മയ്ക്ക് അങ്ങനെ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ അമ്മ വരണ്ട. പക്ഷെ അമ്മ ഒരു കാര്യം ഓർത്തോളൂ, എപ്പോഴും ഈ ദേവലോകത്തുകൂടെ, ആകാശഗംഗ എന്ന പേര് ദേവലോകത്തുകൂടിയാണ് ഒഴുകുന്നത്. ദേവലോകത്തുകൂടെ ഒഴുകുമ്പം ഈ അപ്സരസ്ത്രീകളും പിന്നെ ദേവേന്ദ്രനും ദേവന്മാരെല്ലാം വന്ന് കുളിക്കും. പക്ഷെ അതിനൊന്നും കിട്ടാത്ത വലിയൊരു ഇതുണ്ട് ഇവിടെ ഭൂമിയിൽ കിട്ടും. ഭൂമിയിൽ ഉണ്ടായിട്ടും വേണ്ട എന്ന് തോന്നുന്ന ഒരു വലിയ ജനതയുണ്ട്. ആ ഋഷി തുല്യരായിട്ടുള്ള സന്യാസിമാർ വന്ന് കുളിക്കും, വേണമെങ്കിൽ വന്നാൽ മതി എന്ന് പറഞ്ഞു. എന്താ ഈ സന്യാസിമാർക്ക് ഇത്ര പ്രത്യേകത? നോക്കൂ, മഹാഭാരത യുദ്ധത്തിൽ പങ്കെടുക്കാതെ കണ്ട് പോയിട്ടുള്ള ഒരു വ്യക്തിയാണ് വിതുരൻ. വിതുരന് പാണ്ഡവരുടെ പക്ഷത്ത് നിൽക്കണം തന്നെയാണ് താല്പര്യം. പക്ഷെ പാണ്ഡവരുടെ പക്ഷത്തും നിന്നിട്ടില്ല, കൗരവരുടെ പക്ഷത്തും നിന്നിട്ടില്ല. ധൃതരാഷ്ട്ര കുറേ ഉപദേശിച്ചു നോക്കി, സനത്സുജാതിനെ പോലുള്ള ഋഷിമാരെ കൊണ്ടൊന്ന് ഉപദേശിച്ചു നോക്കി, എന്ത് ചെയ്തിട്ടും ധൃതരാഷ്ട്രർ മാറുന്നില്ല എന്ന് ഉറപ്പായി കഴിഞ്ഞപ്പോൾ, കാരണം നമ്മളുടെ പലരുടെയും സ്വഭാവം, ഈ ധൃതരാഷ്ട്രം ദുര്യോധനുള്ള കുഴപ്പം എന്താ അറിയോ, നമ്മൾക്ക് പലർക്കുള്ള കുഴപ്പം. അവരോട് ഇതൊക്കെ പറഞ്ഞപ്പോൾ, സനത്സുജാതിയൻ പോലുള്ളവർ പോയി പറഞ്ഞപ്പോൾ ഈ ധൃതരാഷ്ട്രം പറഞ്ഞെന്താണെന്നറിയോ, ജാനാമി ധർമ്മം നജമേ പ്രവൃത്തി, ജാനാമ്യധർമ്മം നജമേ നിവൃത്തി, കേനാപി കാമേന ഹൃതിസ്ഥിതേന യഥാ നിയുക്തോസ്മി തഥാ കരോമി. എന്താണെന്നറിയോ, എനിക്ക് നല്ലതെന്താന്ന് നന്നായിട്ട് അറിയാം, പക്ഷെ എനിക്ക് ചെയ്യാനാവുന്നില്ല. നമ്മൾ പലരും പറയുന്നതാണ്, അല്ല നല്ലതല്ല അറിയാം, പക്ഷെ എന്തോ ആവുന്നില്ല അത് ചെയ്യാൻ, എന്തോ പോലെ, എന്തോ മടിയല്ല, എന്തോ പോലെ അല്ലേ. പിന്നെയോ ചെയ്യാൻ പാടില്ലാത്തത് എന്താണ്, അതും എനിക്ക് നന്നായിട്ട് അറിയാം. ചെയ്യാൻ എന്ത് ഉത്സാഹം എന്നറിയോ, ചെയ്യാൻ പാടില്ല എന്ന് പറഞ്ഞാൽ എന്തോ ഒരു സുഖം അത് ചെയ്യാൻ. ജാനാമി ധർമ്മം നജമേ പ്രവൃത്തി, ജാനാമി അധർമ്മം നജമേ നിവൃത്തി, അതിന് നിവൃത്തിയില്ല. എന്തുകൊണ്ടാന്ന് ചോദിച്ചപ്പോൾ കേനാപി കാമേന ഹൃദിസ്ഥിത, ഇതിൻ്റെ ഉള്ളിൽ എന്തോ ഒരാഗ്രഹം, ചെയ്യാൻ പാടില്ലാത്ത ചെയ്യണം. അങ്ങനെയല്ലേ എല്ലാവർക്കും. ഞാനിവിടെ ഒരു ഗ്ലാസ് കമത്തി വെച്ചു, മലർത്തിയിട്ടല്ല കമത്തി വെച്ചു.
എല്ലാവരോടും പറഞ്ഞു തുറക്കാൻ പാടില്ലേ, തുറന്നു കഴിഞ്ഞാൽ മഹാപാപാണ്, അതാണ് ഇതാണ്, ഇതിൻ്റെ ഉള്ളിൽ ആനയുണ്ട്, കുതിരയുണ്ട്, എന്തൊക്കെയോ ഉണ്ട് എന്ന് പറഞ്ഞിട്ട് വെച്ചു വിചാരിക്കുക. ഉറപ്പിച്ചോ, നിങ്ങൾ ആരാണോ ഒറ്റയ്ക്ക് രാത്രി എഴുതിയുള്ളത്, ഒന്ന് പോയി നോക്കിയാലോ, തുറന്നു നോക്കും. കാരണം എന്താ, അറിയാനുള്ള ജിജ്ഞാസയാ. ചെയ്യാൻ പാടില്ല എന്ന് പറഞ്ഞാലും ഒന്ന് ചെയ്ത് നോക്കും. ഇതെല്ലാവർക്കും ഉള്ളു. അങ്ങനെ പറഞ്ഞിട്ട് പോലും ഉപദേശിച്ചിട്ട് പോലും നേരെയാവാതെ കണ്ട് ഈ വിതുരൻ തീർത്ഥയാത്രയ്ക്ക് പോവുക. ഒരുപാട് തീർത്ഥയാത്രയൊക്കെ കഴിഞ്ഞ് 36 വർഷം കഴിഞ്ഞ് തിരിച്ചു വരിക. തിരിച്ചു വരുമ്പോൾ സമയത്ത് യുധിഷ്ഠിരൻ വിതുരനോട് ചോദിക്കുന്നുണ്ട്, എന്തിനാ അങ്ങ് തീർത്ഥയാത്രയ്ക്ക് പോയത്, എന്താവശ്യം? കാരണം ഇത്രയും വലിയ ജ്ഞാനിയായിട്ടുള്ള അങ്ങേക്ക് എന്ത് തീർത്ഥയാത്രയാണ് വേണ്ടത്, എന്ത് തീർത്ഥയാത്ര കൊണ്ടാണ് അങ്ങ് ശുദ്ധമാവേണ്ടത് ചോദിച്ചപ്പോൾ വിതുരൻ തന്നെ, പിന്നെ യുധിഷ്ഠിരൻ തന്നെ പറയുകയാണ്, തീർത്ഥീകുറുവന്തി തീർത്ഥാനി സ്വന്തത്തേന ഗതാഭൃതാഹ. എന്താ പറഞ്ഞത്? തീർത്ഥീകുറുവന്തി തീർത്ഥാനി. അല്ല, അങ്ങ് തീർത്ഥയാത്രയ്ക്ക് പോകണം, എന്താ കാരണം എന്നറിയോ? മഹാഭാവികൾ മുഴുവനും ഗംഗയിൽ വന്ന് കുളിക്കുമ്പോൾ അങ്ങേപ്പോലുള്ളവർ ആ ഗംഗയിൽ ഇറങ്ങുമ്പോണ്ടല്ലോ ആ പാപം മുഴുവൻ ഇല്ലാണ്ടായി. തീർത്ഥങ്ങളെപ്പോലും തീർത്ഥീകരിക്കുവാനുള്ള കഴിവ് അങ്ങേക്കുണ്ട്. അങ്ങനെയുള്ള മഹാത്മാക്കൾ ഉള്ളത് കൊണ്ടാണ് ഗംഗയെപ്പോലുള്ള നദികളൊക്കെ ഈ ഭൂമിയിൽ വന്നത് എന്നാണ്. അങ്ങനെയുള്ള മഹാത്മാക്കൾ കുളിക്കുന്ന സമയമാണ് എന്തെന്ന്, ഇപ്പൊ കുറച്ച് വർഷമല്ല മാസങ്ങൾക്ക് മുമ്പ് നടന്ന കുംഭമേള കണ്ടിട്ടില്ല നിങ്ങൾ? ഈ കുംഭമേള ഇതിന് വേണ്ടിയിട്ടാണ് ഈ ഗംഗയെപ്പോലുള്ള നദികൾ മുഴുവനും ഈ ഭാരതത്തിൽ വന്ന് ഇതിനു വേണ്ടിയാണെന്നാണ് പറഞ്ഞത്. കാരണം ആ സന്യാസിമാര് കുളിക്കുമ്പോൾ സകല പാപവും ഇല്ലാണ്ടാവുമോ? ഒരു ഉദാഹരണം കൂടെ പറഞ്ഞുതരാം. നമ്മുടെ നാട്ടിൽ ഒരുപാട് അമ്പലങ്ങളിൽ ആറാട്ട് നടക്കാറുണ്ട് ഇല്ലേ? ആറാട്ട് നടക്കുമ്പോൾ പഴയകാലത്ത് ഇപ്പോഴും ഉണ്ടാവും, അത്യാവശ്യം ആറാട്ട് നടക്കുന്ന പുഴയായിക്കോട്ടെ, സമുദ്രമായിക്കോട്ടെ, തോടായിക്കോട്ടെ, ടാങ്കായിക്കോട്ടെ, ടാങ്കിൽ ചിലപ്പോൾ ഒരുമിച്ച് മുങ്ങൂല, അല്ലാത്ത കുളമായിക്കോട്ടെ, ഏതിലും അന്നേരം ബാക്കിയും കുറേ ആൾക്കാർ മുങ്ങുന്നുണ്ടല്ലോ. എന്തിനാണ് ഈ മുങ്ങുന്നത്? ഭഗവാനല്ലേ മുക്കേണ്ടത്. ഭഗവാൻ കുളിക്കുന്ന സമയത്ത് എന്തിനാണ് മറ്റുള്ളവർ, അല്ലെങ്കിൽ എന്താ പറയുക, ഒന്നുമില്ലെങ്കിൽ ആ വെള്ളത്തിലിറങ്ങി ഒന്ന് കാലുകൊണ്ട് തൊട്ടിട്ട് കുറച്ച് വെള്ളം തളിച്ചിട്ട് പോകും. എന്തിനാണ് അങ്ങനെ തളിക്കുന്നത്? നോക്കൂ, ആ കുളം, ആ പുഴ, ആ സമുദ്രം, ആ ജലം, ഭഗവാന്റെ സാന്നിധ്യം വന്നപ്പോഴേക്കും ആ തീർത്ഥമായി, ആ തീർത്ഥത്തിലെ സകല പാപങ്ങളും തീർന്നിട്ട് അതിനെ കൂടെ ശുദ്ധാക്കി. അങ്ങനെ ശുദ്ധമായ ആ വെള്ളത്തിലേക്കാണ് നമ്മളൊന്ന് മുങ്ങി കുളിക്കുന്നത് അല്ലേ? അപ്പൊ നോക്കൂ, ഭഗവത് സാന്നിധ്യം ഒരു തീർത്ഥത്തെ ഒരു ചളിക്കുണ്ടായാൽ പോലും അതിനെ ശുദ്ധീകരിക്കാൻ ആ ശക്തിക്ക് സാധിക്കുമെങ്കിൽ അതിനേക്കാൾ എത്രയോ 10 മടങ്ങ് കരുത്ത് വ്രതശുദ്ധിയോട് കൂടിയിട്ടുള്ള ഒരാളുടെ സാന്നിധ്യത്തിന് സാധിക്കുമെങ്കിൽ അത് നമുക്കും കുറേശ്ശെ നേടിയെടുത്തൂടെ? അല്പാൽപമായിട്ട്, തിരക്കൊന്നും പിടിക്കണ്ട, ഈ ജന്മത്തിൽ എനിക്ക് കിട്ടിയിട്ടില്ല എന്ന് വിചാരിക്കുക. അങ്ങനെ എനിക്കായിട്ടില്ല, അയ്യോ എനിക്കിപ്പം 10-50 വയസ്സായില്ല, അല്ലെ 100 വയസ്സായില്ലേ, 80 വയസ്സായില്ലേ, 70 വയസ്സായില്ലേ, ഇനിയിപ്പോൾ എന്തിനാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഭഗവാൻ പറയണത്, നിങ്ങൾ എപ്പോൾ വേണമെങ്കിലും നിങ്ങൾ ചെയ്തോ. കാരണം എന്താ അറിയോ, ഇത് നഷ്ടാവില്ല. കുറച്ച് സ്വല്പം അഭ്യസ്യ ധർമ്മസ്യ ത്രായതോ മഹതോ ഭയാത്. നിങ്ങൾ കുറച്ച് പിന്നെ ചെയ്തിട്ടുണ്ടെങ്കിൽ പോലും അത് നിങ്ങളുടെ ഉള്ളിലുണ്ടാവും. അടുത്ത ജന്മത്തിൽ നിങ്ങൾക്ക് കിട്ടുകയും ചെയ്യും, നഷ്ടപ്പെട്ടു പോവില്ല എന്നാണ് പറയുന്നത്. ഈ ആധ്യാത്മിക വിദ്യയുടെ ഏറ്റവും വലിയ പ്രത്യേകത ഇത് നിങ്ങളുടെ ജന്മജന്മാന്തരങ്ങളിൽ പോലും നിങ്ങൾക്ക് നഷ്ടമാവില്ല. ഇതിന് പ്രത്യവായ ദോഷമില്ല. നോക്കൂ, ഏറ്റവും വലിയ ഭഗവാന്റെ അനുഗ്രഹമാണ്. ഇതിന് അഭിക്രമ ദോഷമില്ല. പ്രത്യവായം അഭിക്രമം എന്ന് പറഞ്ഞാൽ എന്താ അറിയോ, നിങ്ങൾ കൃഷി ചെയ്തു, കൃഷി നിങ്ങൾ വളർന്നു വന്നു, പിന്നെ നിങ്ങളൊന്നും ചെയ്തിട്ടില്ല വിചാരിക്കുക, എന്ത് കാര്യം? അത് മുഴുവൻ കേടാവും, ആ കൃഷി മുഴുവനും. കാരണം നിങ്ങൾ എപ്പോഴെങ്കിലും അതിന് ശ്രദ്ധിക്കാതെ കണ്ട് പോയാൽ അത് മുഴുവൻ, ആദ്യം ചെയ്ത പണി പോലും വ്യർത്ഥമായി പോകും. അതിനാണ് അഭിക്രമനാശം എന്ന് പറയുക. പ്രത്യവായം എന്ന് പറഞ്ഞാലോ, പ്രത്യവായം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ ചെയ്യുന്ന ഒരു കാര്യം നിങ്ങളോട് ചെയ്യാൻ പറഞ്ഞു, അപ്പം അതിങ്ങനെ ചെയ്തു വരികയാണ്. കുറച്ച് കഴിയുമ്പോൾ നിങ്ങളങ്ങ് നിർത്തിക്കഴിഞ്ഞാൽ പഴയതിൻ്റെ ദോഷം നിങ്ങളെ ബാധിക്കില്ല, പിന്നെ കർമ്മത്തിൻ്റെ ഗുണം നിങ്ങൾക്ക് കിട്ടില്ല എന്ന് മാത്രമല്ല, വേറെ കുറേ ദോഷം നിങ്ങൾക്ക് കിട്ടുകയും ചെയ്യും. ഉദാഹരണം പറഞ്ഞുതരാം. നിങ്ങളോട് ഡോക്ടർ പറയുകയാണ് ഒരു അസുഖമുണ്ട് എന്ന് പറഞ്ഞു.
അസുഖമുണ്ട് എന്ന് പറഞ്ഞാൽ അതിന് മരുന്ന് നിശ്ചയിച്ചു. എത്ര ദിവസം കഴിക്കണം? 2 ആഴ്ച കഴിക്കണം. 2 ആഴ്ച കഴിക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് മരുന്ന് തന്നു. ഒരാഴ്ച കഴിയുമ്പോഴേക്കും അസുഖം മാറിയേ. ഇനി എന്തിനാ ഈ വെറുതെ മരുന്ന് വാരി തിന്നുന്നു? നിങ്ങൾ കഴിക്കാണ്ട് വന്നു. കഴിക്കാണ്ട് വന്നപ്പോൾ എന്താണ് മാറിയെന്ന് വെച്ചിട്ടാണ് നിങ്ങൾ കഴിക്കാണ്ട് വെക്കുന്നത്. ഡോക്ടർ ഒരു ടേം പറഞ്ഞു, പക്ഷെ അത് പൂർത്തിയാക്കാതെ കണ്ട് നിങ്ങൾ പകുതിക്കുന്ന തന്നെ. അല്ലെങ്കിൽ ചിലപ്പോൾ ചില ആൾക്കാരുണ്ടാവും, പനി വന്നു അല്ലെങ്കിൽ തലവേദന വന്നു, ഡോക്ടർ മരുന്ന് കഴിക്കുമ്പോഴേക്കും പിറ്റേ ദിവസം പനിയെല്ലാം പോയിട്ടുണ്ടാവും. ഇനി കഴിക്കൊന്നും വേണ്ട, ചിന്തിക്കും. ഇത് ചെയ്യരുത്. കാരണം ഒരു ഡോസ് ഒരു ഇത്ര ടേം പറയുമ്പോൾ അത് കഴിച്ചിട്ടില്ലെങ്കിൽ എന്താ കുഴപ്പമെന്നറിയോ? ചിലപ്പോൾ നിങ്ങളുടെ ഉള്ളിൽ ഈ അസുഖം തൽക്കാലത്തേക്ക് മാറിയിട്ടുണ്ടാവും, അത് ബാക്കി അവിടെ കിടക്കുന്നുണ്ടാവും. ഇത് വേറൊരു രോഗത്തിന് കാരണമായി. ചിലപ്പോൾ ഇതേ രോഗം തന്നെ മൂർച്ഛിച്ചിട്ട് നിങ്ങൾ തൽക്കാലം കഴിക്കേണ്ട ഈ 2 ആഴ്ച കഴിക്കേണ്ടത് ചിലപ്പോൾ 1 മാസം കിടക്കേണ്ടി വരും, അല്ലെങ്കിൽ അതിലധികം കിടക്കേണ്ടി വരും. ഇതിനാണ് പ്രത്യവായ ദോഷം എന്ന് പറയുക. അതായത് നിശ്ചയിച്ച് ഒന്ന് പറഞ്ഞിട്ട് അത് ചെയ്തിട്ടില്ലെങ്കിൽ, അത് വേണ്ടതുപോലെ ചെയ്തിട്ടില്ലെങ്കിൽ അതിന് മുമ്പ് ചെയ്തതിൻ്റെ ദോഷം ഫലം നിങ്ങൾക്ക് കിട്ടില്ല എന്ന് മാത്രമല്ല, വേറെ അനവധി ദോഷവും ഉണ്ടാവും. ഒരു കാര്യം ഭഗവാൻ നമുക്ക് ഉറപ്പിച്ച് പറയുന്നത് എന്താ അറിയോ? നിങ്ങൾ ഈ ആധ്യാത്മിക വിഷയം ആരെനി എന്തെന്ന് പറഞ്ഞാലും ധൈര്യപൂർവ്വം ചെയ്തോ, നിങ്ങൾക്ക് പറ്റുന്ന സമയം ചെയ്താൽ മതി. പിന്നെ നിങ്ങൾ ചെയ്തിട്ടില്ലെങ്കിൽ നിങ്ങൾക്ക് ദോഷമില്ല, പഴയതിൻ്റെ ഫലം കിട്ടുകയും ചെയ്യും. അതുകൊണ്ട് വ്യക്തമായൊരു ചിട്ട നിങ്ങൾ ജീവിതത്തിൽ വയ്ക്കുക. ഞാൻ ഇന്ന മന്ത്രം ജപിക്കും, അതൊരു 1 മാസമോ 2 മാസമോ 10 വർഷമോ ചെയ്തിട്ട് പിന്നെ ചെയ്തിട്ടില്ലേ, ഒരു കുഴപ്പമില്ല. നിങ്ങൾ ചെയ്യണം എന്ന് പറയുന്നത് എന്തിനാണ്? ഒരു നിഷ്ഠ ഉണ്ടാവാൻ വേണ്ടിയാണ്. അത് പിന്നെ ചെയ്യണ്ട എന്നല്ല പറയണത്. ഉപദേശം തരുമ്പം ജീവിതത്തിൽ ജപിക്കാനുള്ളതാണ്, ജപിക്കണം, ഒക്കെ ചെയ്യണം. പക്ഷേ അതുകൊണ്ടൊരു ദോഷമില്ല എന്ന് ഭഗവാൻ അടിയുറച്ച് പറയുകയാണ്. ജന്മജന്മാന്തരങ്ങളിലേക്ക് അതിൻ്റെ ഫലം കിട്ടുകയും ചെയ്യും. അതുകൊണ്ട് കുറച്ച് സമയം കിട്ടുമ്പോഴും ഇതുപോലുള്ള എന്തെങ്കിലുമൊക്കെ സത്സംഗങ്ങൾ ചെയ്യുക. കിട്ടുന്ന അവസരങ്ങൾ മുഴുവനും ചെറിയ ചെറിയ പുസ്തകങ്ങൾ വായിക്കുക. നമുക്ക് മനസ്സിലാക്കാൻ വിഷമുണ്ടാവും. ചിലപ്പോൾ ഇപ്പം നേരത്തെ പറഞ്ഞ പോലെ പ്രത്യവായം, അഭിക്രമനാശം എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ എന്തെന്നാന്ന് നമുക്കറിയില്ല. അത് പുസ്തകം വായിച്ചാലും ചിലപ്പോൾ നമുക്ക് അതിൻ്റെ ഡെഫിനിഷൻ കിട്ടിയെന്ന് വരില്ല. അപ്പം അങ്ങനെയൊക്കെ വരുമ്പോഴെന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നിങ്ങൾക്ക് മനസ്സിലാവുന്ന ഭാഷയിൽ സംസാരിക്കുന്ന, പ്രഭാഷണം നടത്തുന്ന ആചാര്യന്മാർ എത്രയോ പേരുണ്ട്. അവരുടെ ആരുടെയെങ്കിലുമൊക്കെ വഴികളിലൂടെ പോവുക. അതിനും അപ്പുറത്തേക്ക് നിങ്ങൾക്ക് എത്താൻ പറ്റുമ്പം അദ്ദേഹത്തിന് വിട്ടേരും, വേറൊരു ആചാര്യൻ്റെ അടുത്തോളൂ. അപ്പോൾ ഒരു ആചാര്യൻ്റെ കുറേ കേട്ടിട്ട് പിന്നെ അയാളുടെ ഒഴിവാക്കുക ഒന്നും അങ്ങനത്തിനൊരു ദോഷവും ഇല്ല. ഇതിനൊരു തരത്തിലുള്ള ദോഷവും ഇല്ല. ഏറ്റവും പ്രധാനം നമ്മളുടെ മനസ്സ് സ്വസ്ഥമായിട്ട് വയ്ക്കാൻ നമുക്ക് പറ്റണം. എൻ്റെ മനസ്സിനെ ടെൻഷൻ അടിപ്പിക്കുന്ന ഒരു കാര്യവും ഞാൻ എൻ്റെ ജീവിതത്തിൽ ചെയ്യില്ല. അത് ജപമാണെങ്കിൽ പോലും. ഇല്ലെങ്കിൽ എന്താ ബുദ്ധിമുട്ടെന്നറിയോ? ലൗകിക വിഷയം പോലും നിങ്ങളുടെ മനസ്സിനെ ടെൻഷൻ അടിപ്പിക്കുമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, എൻ്റെ ഒരു ചെറിയൊരു അനുഭവം പറഞ്ഞു തരാം. ഒരമ്മ ഒരു ദിവസം, കണ്ണൂർ ജില്ലയിലുള്ളതാണ്, ഒരമ്മ ഒരു ദിവസം വിളിച്ചിട്ട് പറഞ്ഞു, തിരുമേനി എനിക്ക് വല്ലാണ്ട് വിഷമായി, അങ്ങനെയായി ഇങ്ങനെയായി. ഞാൻ എന്താ വിഷയം? അല്ല, ഒരു ജ്യോത്സ്യൻ എന്നോട് പിന്നെ വല്ലാണ്ട് അങ്ങനെ പറഞ്ഞു ഇങ്ങനെ പറഞ്ഞു. ഞാൻ എന്താ പറഞ്ഞ വിഷയം പറയൂ? എൻ്റെ വീട്ടിലെ വാഴ തെക്കോട്ട് വലിച്ചു പോയി, എന്തെങ്കിലും ദോഷമുണ്ടോ? ആലോചിച്ച് നോക്കണേ. വീട്ടിലെ വാഴ തെക്കോട്ട് വലിച്ചുകൊണ്ട് ദോഷമുണ്ടെന്ന് ഒരു ജ്യോത്സ്യം പറഞ്ഞു. അതിനെന്നാ പരിഹാരം എന്നാണ് ചോദിക്കുന്നത്. എന്ത് പറയും? നോക്കൂ, ഇങ്ങനെയാണോ ഒരു ഹിന്ദു ജീവിക്കേണ്ടത്? ഇങ്ങനെയാണോ ഒരു ഹിന്ദു വളരേണ്ടത്? എന്തോ ഈശ്വരൻ തന്നെ, അതായത് രാവണനെ പോലെ ആയിരിക്കണമെന്ന് ഞാൻ പറയുന്നത്. ഭഗവാൻ നിന്നെ കൊല്ലാൻ വരുന്നു പറഞ്ഞപ്പോൾ ഭഗവാനല്ലേ വരുന്നത്, അപ്പോൾ എന്തായാലും നടക്കുമല്ലോ, ഞാൻ തല്ലും. അതാണ് ധൈര്യം. പേടിക്കാൻ വേണ്ടിയിട്ടല്ല ശാസ്ത്രം, ജീവിക്കാൻ വേണ്ടിയിട്ടാണ്. ഭഗവാൻ പറയുന്നത് എന്താണെന്നറിയോ? നമുക്ക് തന്ന ഉപദേശമാണ്. കൊല്ലാൻ വരുന്നവൻ ആരുമായിക്കോട്ടെ, രാവണൻ പറഞ്ഞിട്ട് തെറ്റൊന്നുമില്ല. എന്താ പറഞ്ഞതറിയോ? കൊല്ലാൻ വരുന്നവൻ ആരുമായിക്കോട്ടെ, അച്ഛനായിക്കോട്ടെ, അമ്മയായിക്കോട്ടെ, സഹോദരങ്ങളായിക്കോട്ടെ, ബന്ധുക്കളായിക്കോട്ടെ, ഒരു ബന്ധവും ഇല്ലാത്തവനായിക്കോട്ടെ, ഏത് ജാതിയിൽപ്പെട്ടവനായിക്കോട്ടെ, ഏത് മതത്തിൽപ്പെട്ടവനായിക്കോട്ടെ, ആതതായി ഹന്തവ്യ. എന്നെ കൊല്ലാൻ വന്നിട്ടുണ്ടെങ്കിൽ കൊല്ലാം, ഇല്ലെങ്കിൽ കൃഷ്ണൻ കൊല്ലാൻ പറ്റുമോ? അമ്മാവനാണെന്ന് അപ്പുറത്തത്. കൃഷ്ണൻ പറയാമല്ലോ, അമ്മാവനല്ലേ ഇങ്ങനെ കൊല്ലുക. ആ അമ്മാവൻ മുന്നിൽ നിൽക്കുമ്പോൾ അമ്മാവനെ കൊന്നുകൊണ്ടാണ് അർജുനോട് കഥം ഭീഷ്മഹം സംഖ്യേ ദ്രോണഞ്ച മധുസൂദന. അത് അപ്പുറത്തെ ആചാര്യനല്ലേ, എന്നെ പഠിപ്പിച്ച ആളല്ലേ, എൻ്റെ മുത്തശ്ശനല്ലേ ചോദിച്ചപ്പോൾ പറഞ്ഞു. എന്ത് മുത്തശ്ശനോട്? മുത്തശ്ശനുമില്ല, ഒന്നുമില്ല. മാമനുസ്മര യുദ്ധ്യച നിമിത്തമാത്രം ഭവസവ്യസാചി. അതുകൊണ്ട്
നമുക്ക് മുന്നിൽ എന്ത് വന്നാലും ധൈര്യപൂർവ്വം ജീവിക്കാൻ നമുക്ക് സാധിക്കണം. ഒരു ഈശ്വരനും നിങ്ങളോട് കോപിക്കില്ല, ഒരു തരത്തിലുള്ള ദോഷവും നിങ്ങൾക്കുണ്ടാവില്ല. ഒരു കാര്യമേ ഞാൻ പറയുന്നുള്ളൂ, വിളക്ക് വെക്കണം, ആരാധിക്കണം. ആരാധനയിലെ ഒരു ദോഷം കൊണ്ടോ ഒരു സങ്കല്പത്തിലെ ദോഷം കൊണ്ടോ ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല. ഭഗവാൻ പൂർണ്ണമായിട്ട് പറയുകയാണ്, നിങ്ങളുടെ മനസ്സിനെ രക്ഷിക്കാൻ നിങ്ങൾക്കേ പറ്റൂ. അതുകൊണ്ടാണ് ഭഗവാൻ വീണ്ടും വീണ്ടും അർജുനനോട് പറഞ്ഞത്, അർജുന ഉദ്ധരേതാത്മനാത്മാനം ആത്മാനം അവസാദയേ. നോക്കൂ, എൻ്റെ ഉള്ളിലുള്ള ശക്തിയെ അവഹേളിക്കാനും പാടില്ല, അതിനെ പുകഴ്ത്തും വേണ്ട. എന്തിനാ അവഹേളിക്കുന്നത്? എൻ്റെ ഉള്ളിലുള്ള ശക്തി കരുത്തുള്ളത് തന്നെയാണ്. എന്ന് കരുത്തുള്ളതാണെന്ന് കരുതിയിട്ട് ഞാനേ ശരിയുള്ളൂ, ലോകം മുഴുവൻ തെറ്റാണ്, അങ്ങനെയും പറയണ്ട. ആത്മനാത്മാനം, അതിനെ ഉദ്ധരിക്കണമെങ്കിൽ നിങ്ങൾ വിചാരിച്ചാലേ നിങ്ങളുടെ ഉള്ളിൽ ഉദ്ധരിക്കാൻ സാധിക്കുള്ളൂ. അതിന് ലോകത്തിലെ എന്ത് മാർഗം വേണമെങ്കിലും പറഞ്ഞോട്ടെ, അത് നിങ്ങൾ ആവുന്നത്ര നിങ്ങൾ ആചരിക്കുക. ആ ആചരിക്കുന്ന നിങ്ങളുടെ മനസ്സിന് ബലമുണ്ടാക്കി തരും. ആ ബലം നിങ്ങളുടെ മനസ്സിനെ ചാഞ്ചല്യം കുറച്ചു തരും. ആ ചാഞ്ചല്യം കുറയുമ്പോൾ എന്ത് പറയുന്നു ഭഗവാൻ പറയണത്? അശാന്തസ്യ കുതസുഖം. ശാന്തിയില്ലാത്തവൻ എവിടെ സുഖം കിട്ടും? അതുകൊണ്ട് മനസ്സിൻ്റെ ചാഞ്ചല്യം എന്നുള്ളത് നിന്നാൽ ശാന്തത ഉണ്ടാവും. ആ ശാന്തമായിട്ടുള്ള ചിത്തത്തോടു കൂടെ ഈ നാനാത്വത്തിലെ ഏകത്വത്തെക്കുറിച്ച് കിട്ടുന്ന അവസരങ്ങളിൽ മുഴുവനും ചിന്തിക്കുക, കുറേശ്ശെ ഉറപ്പിക്കുക. മനസ്സ് പൂർണ്ണമായിട്ട് ആ ശാന്തി ലഭിക്കുന്നുവെങ്കിൽ നിങ്ങൾക്ക് മാത്രമല്ല ഗുണം, അടുത്ത് നിൽക്കുന്നവർക്കും കൊടുക്കാൻ പറ്റും. നിങ്ങൾ കാരണം മറ്റുള്ളവർക്ക് കൂടി ആ സുഖം കിട്ടും. അതിന് ആ ദിവ്യമായ ചൈതന്യം നമുക്ക് ഓരോരുത്തർക്കും എനർജി തരട്ടെ എന്ന് മാത്രം പ്രാർത്ഥിച്ചുകൊണ്ട്, വാക്കുകൾ മുഴുവനും ആ ജഗദീശ്വരിയുടെ തൃപ്പാദത്തിലേക്ക് അർപ്പിച്ചുകൊണ്ട്, നമുക്കേവർക്കും നന്മ വരട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.